പോലീസിന്റെ തടവ് ചാടി മുംബൈയിൽ നിന്ന് പിടിയിലായ ദൃശ്യക്കൊലക്കേസ് പ്രതി ബിനീഷിനെ ഉടൻ കോഴിക്കോട് എത്തിക്കും. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അതിസാഹസികമാണ് പോലീസ് സുരക്ഷയ്ക്കിടെ തടവ് ചാടി പ്രതി കടന്നു കളഞ്ഞത്. മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം വിനീഷിനെ മുംബൈയിൽ നിന്ന് പിടികൂടിയത്. 4 തവണ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ചരിത്രമുള്ള വിനീഷ് ഇത്തവണയും അതിസമ്മർദ്ദമാണ് ഒടുവിൽ കഴിഞ്ഞത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കമാണ് പ്രതിയെ കുടുക്കിയത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് വിനീഷ് രക്ഷപ്പെട്ടത്. ഫോറൻസിക് വാർഡിലെ 9-ാം നമ്പർ സെല്ലിലെ ശുചിമുറിയുടെ ഭിത്തി സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് തുരന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇതാദ്യമായല്ല വിനീഷ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നത്. 3 തവണ ആശുപത്രിയിൽ നിന്നും ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെ പയ്യോളിയിൽ നിന്നും ഇയാൾ ചാടിപ്പോയിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി നടന്ന പ്രതിയെ പിടികൂടുക എന്നത് പോലീസിന് വെല്ലുവിളിയായിരുന്നു. നാട്ടിലെ സുഹൃത്തിനെ ബന്ധപ്പെടാൻ വിനീഷ് മറ്റൊരു ഫോൺ ഉപയോഗിച്ചതാണ് നിർണായകമായത്. ഈ കോളിന്റെ ടവർ ലൊക്കേഷൻ സൈബർ സെൽ സ്ഥിരീകരിച്ചതോടെ പ്രതി വലയിലായി. വിനീഷിനെ മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. മുംബൈയിൽ മീൻപിടുത്ത ബോട്ടിലെ തൊഴിലാളിയുടെ വേഷത്തിലായിരുന്നു വിനീഷ്. 2021 പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.